ഇതെന്താ ഇറച്ചിയൊന്നും അല്ലല്ലോ. ഇറച്ചി മഹാപാപമാ. ഏയ്, ഇത് ഫിഷ് മോളി. മോളി? തന്റെ ഭാര്യയുടെ പേര് മേരിക്കുട്ടി ഉണ്ടല്ലേ? മോളി ഈ ഡിഷിന്റെ പേരാ, അല്ലാതെ എന്റെ ഭാര്യയുടെ പേരൊന്നുമല്ല. അതെനിക്കറിയാവോ. ഇത് പട്ടിണി കിടന്നത് ചക്കക്കൂട്ടാൻ കിട്ടിയ പോലെ ഇയാളുടെ കാര്യം പറഞ്ഞു. അല്ല, മോളിന് നന്നായിട്ട് കുഴച്ച് കഴിച്ചാൽ നല്ല രസം ഉണ്ടാവും പറയാണ് ഞാൻ. നല്ല ഇരിക്ക, വയറ് നിറച്ച് കഴിച്ചോ, നിറയട്ടെ അങ്ങട്. അല്ല, മടത്തിന്ന് കൊണ്ടുവന്ന ചാപ്പാട് മടത്തിന്ന് കൊണ്ടുവന്ന ചാപ്പാട് മടത്തി കൊണ്ട് കൂച്ചിട്ട്. എന്താ? അല്ല, മടത്തിന്ന് കൊണ്ടുവന്ന ചാപ്പാട് വീട്ടിൽ കൊണ്ട് വെക്കാൻ പറയായിരുന്നു. ഇവിടുന്ന് ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോ നല്ല വീക്ക് വിൽക്കാലോ. വേണ്ട വേണ്ട, ചിരിച്ചു കൊടുക്കണ്ട, ഇവിടെ തന്നെ വെച്ചാൽ മതി. ചിരിച്ചു കൊണ്ടുപോയി ആ പാർവതി ബഹളം വയ്ക്കും. ഇതിനിപ്പോ എന്താ ചെയ്യേ? ഇതിട്ടതല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഞാനൊന്ന് ട്രൈ ചെയ്യാം. എന്റെ അമ്മേ, അപ്പൊ ആ പാവൻ ചന്ദ്രന്റെ ഫൈനൽ ബില്ലിന്റെ കാര്യം സ്വാമി ആറ്റല്ലോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ പത്രോസേ? ബില്ല് എന്റെ ടേബിളിൽ ഒന്ന് വന്നോട്ടെ. മതി, ധാരാളം മതി. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇവിടെയല്ല, ഇവിടെ ചോദിച്ചത്. എല്ലാം ഓക്കെ. ഇന്ന് വൈകുന്നേരം ചന്ദ്രൻ കോൺട്രാക്ടറുടെ ഫൈനൽ ബിൽ സ്വാമിയുടെ മേശപ്പുറത്തു. ഒട്ടുക്കത്തെ തീറ്റയെന്നുണ്ട് പണ്ടാടങ്ങൾ. മീന്റെ വല്ലാത്ത പിന്നെ സാമ്പാറിന്റെ മണം ഉണ്ടാവുക പക്ഷേ പത്രോസേ, ഫയൽ എന്റെ മേശപ്പുറത്ത് വന്നാലുടനെ ഞാൻ പാസ്സാക്കി വിട്ടോളാം. പിന്നെ തന്റെ അയൽക്കാരൻ സൂപ്രണ്ട് ശങ്കരവാര്യരുണ്ടല്ലോ, അയാളുടെ കാര്യം താൻ തന്നെ നോക്കണം. അയ്യോ, അതും സ്വാമി തന്നെയാണ്. അത് മാത്രം എന്നോട് പറയണ്ട, അയാളോട് താൻ തന്നെ പറഞ്ഞോണം. എന്റെ പെൻഡിങ് കിടക്കുന്ന 3-4 ബില്ലിന്റെ കാര്യം പോലും ഞാൻ വാര്യരോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോ ഒരു പിടിയും കിട്ടാത്ത ആളായാണ്. എങ്ങനെ അയാൾ അപ്രോച്ച് ചെയ്യാ? എനിക്ക് നോക്ക് പത്രോസേ, താൻ വിരിച്ച വലയിൽ വീഴാത്തവരുണ്ടോ? വീഴുമെന്ന് എനിക്കറിയാം. എന്റെ കർത്താവേ, ചെകുത്താനെയാ വിളിക്കുന്നത്. എന്റെ പള്ളിക്കുരിശ് സംസാരിക്കുന്നോ? എന്താ പത്രോസേ ഇത് പതർച്ച? ഏയ്, ഒന്നുമില്ല. പോവാ. ശരി.